മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പുറമേരി ആറാം വെള്ളി ക്ഷേത്രത്തിന് സമീപം റോഡിൽ സ്ഫോടനം. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. രാവിലെ 8:50ഓടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു സ്കൂൾ ബസ് കടന്നു പോകുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് പുറമേരി ആറാം വെള്ളി ക്ഷേത്രത്തിന് സമീപമാണ് ഇത്തരത്തിൽ റോഡിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 8:50ഓടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് പുറമേരിയിലാണ് ആറാം വെള്ളി ക്ഷേത്രത്തിന് സമീപം ഇത്തരത്തിൽ റോഡിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 8:50ഓടുകൂടിയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു സ്കൂൾ ബസ് അടക്കം കടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 8:50ഓടുകൂടിയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. സ്കൂൾ ബസ് കടന്നു പോകുന്ന സമയത്ത് കോഴിക്കോട് പുറമേരി ആറാംപള്ളി ക്ഷേത്രത്തിന് സമീപത്തെ റോഡിലായിരുന്നു സംഭവം. സ്കൂൾ ബസിന്റെ ടയർ കയറി ഉടൻ തന്നെ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ടയറിന് കേടുപാടുകളെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിലുണ്ടായിരുന്ന സ്ഫോടകവസ്തുവിന് മുകളിൽ ടയർ കയറിയപ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. റിയാസ്, കോഴിക്കോട് പുറമേരി ആറാം വെള്ളി ക്ഷേത്രത്തിന് സമീപമാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. റോഡിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്കൂൾ ബസ് അടക്കം കടന്നു പോകുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 8:50ഓടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.